RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു സംശയമാണ്. അതായത് ഇതിൽ നമുക്ക് NCVT അല്ലെങ്കിൽ SCVT അല്ലെങ്കിൽ KGC ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു സംശയം ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു CN2/2025 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അതായത് ഇതിൽ NCVT SCVT ആണെങ്കിൽ ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് റെയിൽവേയുടെ പല കാറ്റഗറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 30ഓളം കാറ്റഗറിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ NCVT SCVT ആണെങ്കിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട, നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത് KGC അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റു അതർ സ്റ്റേറ്റുകൾ നടത്തുന്ന ടെക്നിക്കൽ ITI ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിലൊരു വലിയ പ്രശ്നം കിടക്കുന്നത് NCVT SCVT എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തത് കൊണ്ട് അത് തന്നെയായിരിക്കും റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇനി ആരെങ്കിലും KGC പോലുള്ള സർട്ടിഫിക്കറ്റ് ആണുള്ളതെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് NCVT ഓർ SCVT എന്നാണ്. ഈ KGC എന്ന് പറയുന്നത് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇതേപോലുള്ള സർട്ടിഫിക്കറ്റുകൾ ITI മറ്റനേകം സ്ഥാപനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ NCVT SCVT അല്ലാണ്ട് വരുന്നുണ്ട്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് KGCക്കാർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. NCVT ആൻഡ് SCVT ആണെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 അത്യാവശ്യം നല്ല വേക്കൻസിയോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വേക്കൻസിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഒരു സോൺ സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ എക്സാം എഴുതേണ്ടത്. കാരണം ടെക്നീഷ്യൻ ഗ്രേഡ് 3 നിങ്ങൾ വിചാരിക്കും പോലെ വളരെ ഈസി വാക്ക് ഓവർ ആയിട്ടുള്ളൊരു എക്സാം ഒന്നും ആയിരിക്കില്ല. നല്ല കോമ്പറ്റീഷൻ ഇക്കാര്യത്തിൽ വരുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചാൻസസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എൻട്രിയോടൊപ്പം പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ S&T എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് +2 സയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ ബ്രാഞ്ചസിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ ആളാണെങ്കിലും എന്ത് കഴിഞ്ഞാണെങ്കിലും +2 നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയിൽ അപ്ലൈ ചെയ്യാം. ബാക്കി പോസ്റ്റുകളിലേക്കൊക്കെ NCVT ഓർ SCVT ഒക്കെ ഉള്ള ആളുകൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ട്രേഡിലുള്ള വേക്കൻസിയോട് നോക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സോൺ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. സോ എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ ഈ ഒരു നമ്പറിൽ കോൾ ഓർ വാട്സപ്പ്